ആലപ്പുഴ കലവൂരിൽ 13 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അധ്യാപകനെതിരെ കുടുംബം പരാതിയുമായി രംഗത്ത്. നിസ്സാര കാര്യത്തിന് പോലും PT അധ്യാപകൻ ശിക്ഷിച്ചതിൻ്റെ മനോവിഷമത്തിലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കളും സഹപാഠികളും ആരോപിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരമാണ് മനോജ് മീര ദമ്പതികളുടെ മകൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി പ്രജിത്ത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. മിസ്സാണേലും സാറാണേലും അവർക്ക് എന്തെങ്കിലും എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു നീതി വാങ്ങിച്ചു തരണം എനിക്ക്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എൻ്റെ മോനിന് തിരിച്ചു കിട്ടത്തില്ല, പക്ഷെ മറ്റൊരു കുഞ്ഞിനെ ഇത് ഉണ്ടാവാനായിട്ട് അനുവദിക്കരുത്. സ്കൂളിലെ അവസാന പീരീഡിന് വൈകിയെത്തിയ പ്രജിത്തിനെയും മറ്റൊരു സഹപാഠിയെയും സ്കൂളിലെ തന്നെ PT അധ്യാപകനായ ക്രിസ്തുദാസ് ശാസിക്കുകയും ചൂരൽ കൊണ്ട് തല്ലുകയും ചെയ്തു എന്നാണ് സഹപാഠികൾ പറയുന്നത്. ഇങ്ങനെ പിടിച്ച് അവിടെ സ്കൂളിൽ ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കാണ്ട് കമ്പിയുണ്ട്, ആ കമ്പിയെ പിടിച്ച് നിർത്തിയിട്ട് ബാക്കിലിട്ട് കുറേ അടിച്ച്. PT സാറ് ഞങ്ങൾക്കിട്ട് തല്ലി ബാക്കിലിട്ട്. എന്നിട്ട് ഞങ്ങൾ ക്ലാസ്സിലോട്ട് കയറ്റിയിരുത്തി. ആ സമയത്ത് ഇവനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് രേഷ്മ മിസ്സും ക്രിസ്തുദാസ് സാറും എന്നാണ് മറ്റു പറഞ്ഞത്. ഞാൻ ക്ലാസ്സിൽ കിടക്കായിരുന്നു. കടുത്ത മനോവിഷമത്തിലായിരുന്നു സ്കൂൾ വിട്ട ശേഷം പ്രജിത്ത് വീട്ടിലേക്ക് എത്തിയതെന്ന് സഹപാഠികൾ പറയുന്നു. മൂത്ത സഹോദരൻ +1 വിദ്യാർത്ഥിയായ പ്രണവ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇളയ സഹോദരൻ പ്രജിത്ത് സ്കൂൾ യൂണിഫോമിൽ തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നെ ഈ പയ്യനെ ഒരു ജലക്കമ്പി ഇങ്ങനെ 2 കൈയും പിടിച്ചിട്ട് പുറകിൽ നിന്ന് ഒരു സാറ്, അത് ഡ്രില്ല് സാറ് അടിച്ചെന്ന് പറയും. കുറേ അടിച്ചെന്ന് ആ ശബ്ദം അപ്പുറത്തെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് വരെ കേൾക്കായിരുന്നു. അത് തല്ലിക്കഴിഞ്ഞ് ഒരു ടീച്ചർ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒത്തിരി ഫയർ ചെയ്തു. അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് കുട്ടി ഇത് ചെയ്തിരിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ കൂലിപ്പണിക്കാരനായ അച്ഛൻ മനോജും അമ്മ മീരയും വീട്ടിലുണ്ടായിരുന്നില്ല. മകന്റെ മരണത്തിന് കാരണം അധ്യാപകന്റെ ക്രൂരമായ ശിക്ഷാരീതിയാണെന്നും ഇതിൽ നിയമ നടപടി വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. പക്ഷെ അവനെ ഒരുപാട് ഉപദ്രവിച്ചെന്നാണ് അറിയണത്. ഇപ്പോൾ ഒരു സാറ് ഉപദ്രവിച്ചെന്ന് അറിയണത്. പിന്നെ അവന് ടീച്ചർമാർ, വേറെ ഏതോ ടീച്ചർ, രേഷ്മ മിസ് എന്നൊക്കെ പറയുന്നു. ഇവിടെ പിള്ളേർ, ഇവൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേർ പറഞ്ഞ രേഷ്മ മിസ്സും PT സാറൊക്കെ അവനെ ഉപദ്രവിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് വഴക്കിട്ട് അവന്, ആരെങ്കിലും വഴക്കിട്ട് അവന് താങ്ങാൻ പറ്റത്തില്ല. അവൻ പെട്ടെന്ന് എന്താവും, അതിൻ്റെ പേരെന്താ, അങ്ങനെയുണ്ട്. വഴക്കിൽ നിന്ന് തല്ലിൽ നിന്ന് അവന് സഹിക്കാൻ പറ്റിയിട്ടില്ല, അതാണ് കാര്യം. സംഭവത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. എന്നാൽ വിദ്യാർത്ഥിക്ക് നേരെ ഒരു തരത്തിലുമുള്ള പീഡനവും ഉണ്ടായിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ വാദം. പ്രജിത്തിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത മണ്ണഞ്ചേരി പോലീസ് തുടരന്വേഷണം ആരംഭിച്ചു. 24 ആലപ്പുഴ.